കഴിഞ്ഞ വീഡിയോകളിൽ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. എപ്പോഴും കടത്തെപ്പറ്റിയുള്ള ചിന്ത, പേടി, ഭയം, എത്ര കിട്ടിയാലും പോരാ എന്നുള്ള ചിന്ത, ഇതാണ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. ഇവിടെയാണ് ലോ ഓഫ് വൈബ്രേഷൻ എന്ന നിയമത്തിൻ്റെ പ്രസക്തി. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും, ഓരോ ചിന്തകൾക്കും, ഓരോ വികാരങ്ങൾക്കും ഓരോ ഫ്രീക്വൻസിയുണ്ട്. സന്തോഷത്തിനൊരു ഫ്രീക്വൻസി, ദുഃഖത്തിന് മറ്റൊരു ഫ്രീക്വൻസി, സ്നേഹം ഒരു ഹൈ ഫ്രീക്വൻസിയാണ്, എന്നാൽ ഭയം ഒരു ലോ ഫ്രീക്വൻസിയാണ്. അതുപോലെ സമ്പത്തും ദാരിദ്ര്യവും എല്ലാം ഓരോ ഫ്രീക്വൻസിയാണ്. സമ്പത്ത് ഉയർന്ന ഫ്രീക്വൻസിയാണെങ്കിൽ ദാരിദ്ര്യം താഴ്ന്ന ഫ്രീക്വൻസിയെ കാണിക്കുന്നു. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഫ്രീക്വൻസി അത് സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും ഹൈ ഫ്രീക്വൻസിയാണ്. അതേസമയം കടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഫ്രീക്വൻസി എന്താണ്? അത് ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും നിരാശയുടെയും ഫ്രീക്വൻസിയെ കാണിക്കുന്നു. നിങ്ങളൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ നിങ്ങൾ രാവിലെ ഉണരുന്നത് തന്നെ കടത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. ജോലിക്ക് പോകുമ്പോൾ മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ EMI-കളെക്കുറിച്ചുള്ള പേടിയാണ്, ലോണുകളെക്കുറിച്ചുള്ള ആശങ്കയാണ്. അങ്ങനെയുള്ളവരുടെ ഫ്രീക്വൻസി എപ്പോഴും പോവർട്ടി സ്റ്റേഷനിൽ ട്യൂൺ ചെയ്തു വച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അപ്പോൾ എന്തായിരിക്കും? പോവർട്ടി. നമ്മൾ ഏത് സ്റ്റേഷനിലാണോ ട്യൂൺ ചെയ്തു വെക്കുന്നത്, ആ സ്റ്റേഷനിലെ പരിപാടികളല്ലേ നമ്മൾക്ക് കിട്ടൂ. കടങ്ങളെപ്പറ്റി എപ്പോഴും ആശങ്കപ്പെടുന്നവർക്കുണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് കൂടുതൽ കടങ്ങളും കൂടുതൽ നിരാശയും കൂടുതൽ ടെൻഷനുകളുമായിരിക്കും. നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എൻ്റെ കടങ്ങളൊക്കെ തീർത്തു തരണേ എന്ന്. പക്ഷേ ആ പ്രാർത്ഥനയുടെ പുറകിലുള്ള വികാരം എന്താണ്? ഭയവും ആശങ്കയും ഉത്കണ്ഠയും. എനിക്ക് കടമുണ്ട് എന്നുള്ള ശക്തമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. പ്രപഞ്ചം എപ്പോഴും പ്രതികരിക്കുന്നത് നമ്മുടെ വാക്കുകൾക്കല്ല, നമ്മളുടെ ഉള്ളിലെ വികാരങ്ങൾക്കാണ്. നമ്മൾ ഏത് തരത്തിലുള്ള ഫ്രീക്വൻസിയാണോ ട്യൂൺ ചെയ്യുന്നത്, ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ചായിരിക്കും പ്രപഞ്ചവും പ്രതികരിക്കുന്നത്. നമ്മുടെ നിലവിലെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് 0 നമ്മൾ ബോധപൂർവം നമ്മുടെ വൈബ്രേഷൻ മാറ്റി അബണ്ടൻസിൻ്റെ വൈബ്രേഷനിലേക്ക് കൊണ്ടുവരിക. അതായത് കടമുള്ളപ്പോൾ തന്നെ സമ്പന്നതയുടെ ഫ്രീക്വൻസി മനഃപൂർവ്വം ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഇല്ലായ്മയുടെ നടുവിൽ നിന്നുകൊണ്ട് സമൃദ്ധിയുടെ വൈബ്രേഷൻ പുറത്തേക്കയക്കണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, അതെങ്ങനെ ശരിയാകും? കയ്യിൽ പണമില്ലാതെ എങ്ങനെ പണക്കാരനായി ഫീൽ ചെയ്യും എന്ന്. അത് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ പറയാം.